ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോറൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള ID കാർഡുകൾ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മാക്രോയാണ്. കോറൽ ഉള്ളിൽ തന്നെ ഒരു പ്ലഗിൻ പോലെ ഒരു ചെറിയ പ്രോഗ്രാമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മാക്രോ. ഈ മാക്രോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ഒരു ID കാർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാക്രോ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് മാക്രോ ആഡ് ചെയ്യാനായിട്ട് ടൂൾസ് മെനുവിലുള്ള മാക്രോസിൻ്റെ അകത്തുള്ള മാക്രോ മാനേജർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് മാക്രോ മാനേജർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം മാക്രോ നമുക്കിവിടെ ആഡ് ചെയ്ത് വന്നേക്കുന്നത് കാണാൻ പറ്റും. നമുക്കിവിടെ ID കാർഡ് സെറ്റ് ചെയ്യാനുള്ള ഡാറ്റയാണ് ഇവിടെ എക്സൽ ഷീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇമേജിൻ്റെ കോളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓരോ ഇമേജിൻ്റെയും ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ലിങ്കാണ്. ഇനി അത് നമുക്ക് സേവ് ആസ് കൊടുത്ത് ടെക്സ്റ്റ് ഫയലാക്കി സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ആസ് ടൈപ്പ് എന്നുള്ളടുത്ത് ടെക്സ്റ്റ് ടാബ് ഡിലിമിറ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഈ എക്സൽ ഷീറ്റ് നമ്മളൊരു ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ID കാർഡ് മേക്കർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് സെലക്ട് ടെക്സ്റ്റ് ഡാറ്റ ഫയൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കുറേ ഡാറ്റ ഫീൽഡുകൾ കാണാൻ പറ്റും. നമുക്കിവിടെ ഇമേജിൻ്റെ ഡാറ്റ ഫീൽഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ മുകളിലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇമേജിൻ്റെ അകത്തേക്ക് ഇമേജിൻ്റെ ഡാറ്റ ഫീൽഡ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാർകോഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ബാർകോഡിൻ്റെ ഫീൽഡ് ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിവിടെ ജനറേറ്റ് ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം കർവ് ചെയ്യാൻ പോവാണ്. നമുക്കിവിടെ നോ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ടെക്സ്റ്റിൻ്റെ എല്ലാം ഒരു കോപ്പി എടുക്കണം. നമ്മൾ അതെല്ലാം സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുത്ത് വയ്ക്കുന്നു. Ctrl+C അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുന്നില്ല, Ctrl+C മാത്രം കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ജനറേറ്റ് ടെക്സ്റ്റ് ഫീൽഡ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് എല്ലാം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ID കാർഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മാറ്ററൊക്കെ നമുക്ക് കർവ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന ടെക്സ്റ്റ് നമുക്ക് പേസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റ് എല്ലാം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നെയിം എന്നുള്ള ഫീൽഡിൽ നമുക്ക് നെയിമിൻ്റെ ആ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എഡിറ്റിൽ കോപ്പി പ്രോപ്പർട്ടീസ് ഫ്രം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഈ കോപ്പി പ്രോപ്പർട്ടീസിൻ്റെ അതുള്ള എല്ലാ ചെക്ക് ബോക്സും നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഏതിൻ്റെ പ്രോപ്പർട്ടീസാണോ എടുക്കേണ്ടത് അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയിം എന്നുള്ള ഫീൽഡിന് ആ നെയിമിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ID കാർഡിൻ്റെ മാറ്ററുകളെല്ലാം നമ്മൾ റൈറ്റ് അലൈനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫീൽഡുകളും എല്ലാം റൈറ്റ് അലൈൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ഫീൽഡിനും നമുക്ക് താഴത്തെ ടെക്സ്റ്റിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം റൈറ്റ് അലൈനും ചെയ്യണം. ഇനി നമുക്കിവിടെ ഇമേജ് പ്ലേസ് ചെയ്യാനായിട്ട് ഈസ് ഇമേജ് നീഡഡ് ചെക്ക് ഇറ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇമേജ് പ്ലേസ് ചെയ്ത് വരേണ്ട പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലുള്ള ക്ലിക്ക് ടു ഗെറ്റ് ഇമേജ് XY പൊസിഷൻ ആൻഡ് സൈസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചേഞ്ച് ഇമേജ് സൈസ് ബൈ വിഡ്ത്ത് ഹൈറ്റ് അങ്ങനെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ സെറ്റിംഗ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റ് കാർഡ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ID കാർഡ് ഇപ്പോൾ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പേജിൽ
നമ്മൾ ചെയ്ത കാർഡും 6-ാമത്തെ പേജിൽ നമ്മുടെ മാസ്റ്റർ പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചില പേജുകളിലൊക്കെ അഡ്രസ്സിൻ്റെ അത് കടന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള അഡ്രസ്സിൻ്റെ പോർഷനിൽ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ 2-3 പോർഷനായിട്ട് മുറിച്ചിടുവാണെങ്കിൽ അത് അപ്പുറം കടന്നു പോകാതിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.